നമ്മുടെ പള്ളികളിലൊക്കെ അമ്മമാർ കൂടുതലാണ്, സ്ത്രീകളാണ് കൂടുതൽ. പുരുഷന്മാരുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. കാരണം ഏറ്റവും അധികം വീട്ടിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ കാര്യങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നത് അമ്മമാരാണ്, സ്ത്രീകളാണെന്നൊരു ചിന്ത എല്ലായ്പ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇന്ന് ഗോസ്പലിൽ കാണുന്ന ഒരു അപ്പനെയാണ്, അമ്മയല്ല. വളരെ സ്ട്രോങ് ആയിട്ടൊരു അപ്പൻ തൻ്റെ മകന് അസുഖം ബാധിച്ച സങ്കടത്തിലാണ്. അവന് പനിയാണ്, പക്ഷെ അതൊരു ഡെത്തിലേക്ക് എത്തിയ ഒരു പനിയാണ്, അത്രയധികം അക്യൂട്ട് സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ അയാൾ യേശുവിനെ കാണാൻ വേണ്ടി നടന്നു വന്ന് യേശുവിന് മുമ്പിൽ നിന്നിട്ട് പറയുന്നത്, നീ വന്ന് അവനെ സുഖപ്പെടുത്തണം. ഇതാണ് അയാളുടെ ആവശ്യം. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അറിഞ്ഞതായിരിക്കും. ഇനി ഒരു അവസാന നിമിഷത്തിൽ മരുന്നുകൾക്കൊന്നൊരു ഇടയില്ല എന്നറിയുന്ന സമയത്ത് ആര് പറയുമ്പോഴതൊരു വേദവാക്കായിരിക്കുമല്ലോ. യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് തഴമ്പിച്ച ഒരാൾ പെട്ടെന്ന് അവസാനത്തെ പ്രതീക്ഷ എന്നോളം ക്രിസ്തുവിലേക്ക് എത്തുകയാണ്. അയാൾ കേട്ട കാര്യങ്ങൾ അതുതന്നെയാണ്, അവൻ വന്ന് തൊട്ടാൽ മതി ജീവൻ കിട്ടുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ യേശു വന്നില്ല. വലിയൊരു ടെസ്റ്റാണ് അവിടെ. അയാളുടെ യേശു പറഞ്ഞത്, നീ പൊയ്ക്കോ, നിൻ്റെ കുഞ്ഞ് സുഖം പ്രാപിച്ചോളൂ. അയാളുടെ കോൺഫിഡൻസ് ഒരിക്കലും കുറഞ്ഞില്ല. ആരോടുള്ള കോൺഫിഡൻസ് എന്നറിയോ? ക്രിസ്തുവിനടുത്തുള്ള കോൺഫിഡൻസ്. ക്രിസ്തുവിൻ്റെ വാക്കിന് അയാളെടുത്ത ഗൗരവകരമായ കാര്യം. അയാൾ തിരിച്ചു നടന്നു. വീട്ടിൽ കരച്ചിലും നിലവിളി നിൽക്കുന്ന സമയത്ത് വീട് വിട്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ഭാര്യയോടും കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞത്, ഞാൻ യേശുവിനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയ ആളാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ യേശു വന്നില്ല. എന്നിട്ടും അയാൾ ധൈര്യപൂർവ്വം തിരിച്ചു കിടന്നു. കാര്യം പറഞ്ഞവനിലുള്ള കോൺഫിഡൻസ് ആണത്. തിരിഞ്ഞു കിടന്ന് പാതി വഴിയിലെത്തുമ്പോൾ തന്നെ കുഞ്ഞിന് സുഖം പ്രാപിച്ചെന്നുള്ള വാർത്ത അറിയുകയാണ്. അതാണ് ഒരു അപ്പൻ്റെ വിശ്വാസം. ആ കോൺഫിഡൻസാണ് ആ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ക്രിസ്തുവിനെ വീട്ടിൽ കൊണ്ടുവരണമെന്നും ക്രിസ്തുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നൊക്കെ പറയുന്ന കാലത്തുനിന്ന് ഇതൊരു പുതിയ സ്പിരിച്വാലിറ്റിയാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു കൂടെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൻ്റെ വാക്കിൽ വിശ്വസിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറുന്നുണ്ടോ? ഒരു ദിവ്യബലിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ കേൾക്കുന്ന വചനപ്രഘോഷണത്തിൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആ വാക്കിൻ്റെ ബലത്തിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് നടന്നു വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ ധൈര്യത്തിൽ നിങ്ങൾ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും പാതി വഴിയിൽ അകന്നു പോയ നിങ്ങളുടെ മക്കൾ, വല്ലാണ്ട് കുടുംബ പ്രശ്നത്തിന് കീഴ്പ്പെടുന്ന നിങ്ങളുടെ ഭർത്താവ്, ജീവിതത്തിൽ നിരാശയിൽ മാത്രം കഴിയുന്ന നിങ്ങളുടെ ഭാര്യ, എല്ലാവർക്കും സുഖം കിട്ടും. പാതി വഴിയിൽ സുഖം കിട്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ക്രിസ്തുവിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.